ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കാവ്യാഞ്ജലീസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ അച്ചിങ്ങ പയർ കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അച്ചിങ്ങ പയർ തോരൻ. ഈ അച്ചിങ്ങ പയർ തോരൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നല്ല നീളത്തിലുള്ള അച്ചിങ്ങ പയറാണ് എടുത്തിരിക്കുന്നത്. അച്ചിങ്ങ പയർ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കണം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സവാള കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. അതിലേക്ക് നല്ലവണ്ണം വഴറ്റി വരാൻ കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം. സവാള ഒന്ന് വഴറ്റി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുത്ത് ഇളക്കിയതിന് ശേഷം ഒന്ന് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. പയർ ഒരുപാടൊന്നും വെന്തു പോകരുത്, വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുകയും ചെയ്യരുത്. അങ്ങനെ അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള അരപ്പും കൂടെ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില, 2-3 വെളുത്തുള്ളി അല്ലി, 1/2 ടീസ്പൂൺ ജീരകം, 3-4 പിടി തേങ്ങ, 2-3 പച്ചമുളക് എന്നിവ എല്ലാം എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അരഞ്ഞു പോകരുത്, ഇതുപോലെ ചതച്ചെടുത്താൽ മതി. ഇപ്പം നമ്മുടെ പയറൊന്ന് വെന്തോന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ പയർ ഏകദേശം 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ നടുക്ക് ഭാഗത്തോട്ട് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഈ പയറെല്ലാം ഈ അരപ്പിൻ്റെ മുകളിലേക്ക് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ഒന്നും കൂടെ ഈ അരപ്പൊന്ന് വേവാൻ വേണ്ടിയിട്ട് 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. പയർ ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്. ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കിയിട്ട് അരപ്പും ഈ പയറും കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കണം. തോരൻ്റെ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. എരിവ് കുറവാണെങ്കിൽ 1/4 ടീസ്പൂണിൽ താഴെ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് അതിൻ്റെ വെള്ളമെല്ലാം വറ്റിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പം തോരനിലോട്ടുള്ള വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ തോരൻ നല്ലവണ്ണം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കിയതിന് ശേഷം ഒരു സെർവിങ് ഡിഷിലോട്ട് എടുത്തു മാറ്റാവുന്നതാണ്. ഇപ്പോൾ തോരനെല്ലാം ഒരു സെർവിങ് ഡിഷിലോട്ട് എടുത്തു മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.